ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? എന്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ജിഷമാമയുടെ ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. കയറി വന്നപ്പോ തന്നെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീയും കൂടുമൊക്കെ കണ്ടെങ്കിലും എന്റെ ആകർഷണം നേരെ പോയത് ഈ ഒരു ഐറ്റത്തിലേക്കാട്ടോ. സാധാരണ ഞാൻ ന്യൂ ഇയർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ സ്വന്തം കസിൻസിന്റെ കൂടെ നമ്മൾ എന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ വൈനീന്ന് തന്നെ തുടങ്ങാതെ. എന്റെ ഈ വർഷം ഗംഭീര നേട്ടങ്ങൾ നേടിയ വർഷം എന്നൊന്നും പറയാനില്ല, എല്ലാവരുടെ പോലെ സാധാരണ ഒരു വർഷമൊക്കെ. കുറെ പ്ലാൻ ഇട്ട് പലതും ഫ്ലോപ്പ് ആയെങ്കിലും അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഞാൻ പഠിച്ചെടുത്തു. എന്നാ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഈ വർഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് തന്നെയായിരുന്നു കേട്ടോ. അതായത് ഞാൻ മേമയായി. പിന്നെ വീഴ്ച എന്ന് പറയാൻ ഒരുപാടുള്ളതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു പറയുന്നില്ല. കഥ പറഞ്ഞു ഫുഡിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ഈ കാണുന്ന സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ജിഷ മാമയ്ക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ പോയത് അവന്റെ കോസ്റ്റ്യൂം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് അവൻ എന്താ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ എല്ലാരും എത്തി നേരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയി ഞങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എൻജോയ് ചെയ്തു കേട്ടോ. 2025 അവസാനിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും താങ്ക്സും പറയാറുള്ളത് നിങ്ങളോട് തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനും ഇല്ല, എന്റെ യൂട്യൂബ് ചാനലും ഇല്ല. പൂള് കണ്ടപ്പോ ഇറങ്ങാൻ ഒരു പ്ലാനും ഇല്ലാത്ത ഞാൻ കുട്ടുവിന്റെ ട്രൗസറും മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഇത് കണ്ടപ്പോ നമ്മുടെ പിള്ളേർക്കും ആവശ്യം. അപ്പൊ വ്ളോഗ് അവസാനിക്കണേക്കാളും മുമ്പ് എല്ലാവർക്കും എന്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ.